ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. പിന്നെ എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങൾ? നമ്മളിതാ അങ്ങനെ ഇന്ന് രാവിലെ തന്നെ അടുക്കളയിലൊക്കെ കയറിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടിയാണ്. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് നമ്മുടെ ഇഡ്ഡലിയാണ്. അപ്പോൾ നല്ല മാവൊക്കെ നന്നായി പൊന്തി വന്നിട്ടുണ്ട്. അപ്പോൾ തലേ ദിവസം തന്നെ നമ്മൾ മാവ് അരച്ച് വെച്ചിട്ടുണ്ട്. നമ്മൾ ദോശയ്ക്ക് സാധാരണ ഇഡ്ഡലിക്കൊക്കെ തലേ ദിവസം തന്നെയാണ് അരച്ച് വെക്കാറ്. പക്ഷേ ഞാൻ 2 ദിവസത്തേക്കുള്ളത് കൂട്ടി അരച്ചോ എന്നാണ് പറയാൻ വന്നത്. അപ്പോൾ അതിന് നമ്മുടെ മാവൊക്കെ എടുത്തിട്ടൊക്കെ ഒന്ന് അങ്ങനെ ഇളക്കി മിക്സാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഒരു ഞായറാഴ്ച ദിവസമാണ്. ഞായറെന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് അല്ലെങ്കിൽ വെക്കേഷൻ ആയതുകൊണ്ട് നമുക്ക് എന്നും ഹോളിഡേ ആണല്ലോ, തിരക്കുകളൊന്നും ഇല്ലല്ലോ. അപ്പോൾ പിന്നെ അത്ര വലിയ തിരക്കും ഇവിടെയൊന്നും കൂട്ടണ്ട. അപ്പോൾ നമ്മൾ ആക്കത്തിൽ ഇങ്ങനെ പണികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചില ദിവസം നല്ലൊരു ഉഷാറൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇന്നത്തെ ദിവസം എനിക്ക് നല്ലൊരു ഉഷാറൊക്കെ ആയിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ പണികളൊക്കെ വേഗം അങ്ങോട്ട് വെച്ചിട്ട് പിടിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഇഡ്ഡലി ഞാൻ നമ്മുടെ ഇഡ്ഡലി തട്ടിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിലാകുമ്പോൾ ഒരു ട്രിപ്പിന് അങ്ങോട്ട് കഴിയും, പെട്ടെന്ന് പണികളും കഴിക്കാം എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പരിപാടികളൊക്കെ നോക്കുകയാണ്. പിന്നെ ഇവിടെ എന്നാണെന്നുണ്ടെങ്കിൽ ഇന്നലെ വൈകുന്നേരം തൊട്ടിട്ടൊക്കെ മഴ ഉണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളെന്ന് പറയുമ്പോൾ നല്ല ചൂടായിരുന്നു. അപ്പോൾ ആ ചൂടൊക്കെ കാരണം തോന്നണം ഇപ്പോൾ അധികമായിട്ട് ഇപ്പോൾ അടുത്ത 2-3 ദിവസമൊക്കെ ആയിട്ട് വിലങ്ങൊക്കെ ആയിട്ട് തലയ്ക്കൊക്കെ മഴ കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്നലെ ഉച്ചയ്ക്കൊക്കെ ഇവിടെ ഒരു മഴക്കാറൊക്കെ വന്നിട്ട് ഇന്നലെ രാത്രിയിൽ നല്ല മഴയായിരുന്നു. ഇന്ന് രാവിലെ മഴ ഇങ്ങനെ ചാറിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതുവരത്തെ ചൂടൊക്കെ ഒന്നാണ്ട് പോയപ്പോൾ തന്നെ നല്ലൊരു ആശ്വാസം തോന്നുന്നുണ്ട് കേട്ടോ എല്ലാവർക്കും. കുട്ടികൾക്കാണെങ്കിലും എല്ലാവർക്കും കുട്ടികൾക്ക് പിന്നെ എല്ലാതും ഓക്കെയാണ്. കാരണം അവർക്ക് സത്യം പറഞ്ഞാൽ വെയിലും ചൂടുമാണ് ഇഷ്ടം. മഴയാണെന്നുണ്ടെങ്കിൽ ഒതുങ്ങിയിരിക്കണം. അപ്പോൾ പിന്നെ പുറത്തേക്കൊന്നും പോകാനും പറ്റില്ല. അപ്പോൾ വീട്ടിൻ്റെ ഉള്ളിൽ ഒതുങ്ങിയിരിക്കണം. അപ്പോൾ അത് അവർക്ക് അത്ര വലിയ ഇഷ്ടമില്ല. നമ്മുടെ പോലെ അല്ലല്ലോ മക്കൾ. നമ്മൾ പിന്നെ നമുക്ക് എവിടെ കൊണ്ടിട്ടാലും നമ്മൾ അവിടെ അങ്ങോട്ട് പെടും. പക്ഷെ മക്കളുടെ കാര്യം എന്ന് പറയുമ്പോൾ അവർക്ക് ഓടിച്ചാടി അവിടെ ഇവിടെയൊക്കെ നടക്കുന്നതും കളിക്കുന്നതുമാണ് ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് മഴയായപ്പോൾ അവർക്കാണ് ഇത്തിരി ബുദ്ധിമുട്ടായത് കേട്ടോ. ഇനിയിപ്പോൾ മഴ ഇവിടുന്ന് അങ്ങോട്ട് തുടങ്ങുകയല്ലേ. അപ്പോൾ പിന്നെ ഒക്കെ കണക്ക് തന്നെ. പിന്നെ ക്ലാസ് തുടങ്ങുമ്പോൾ പിന്നെ അവർ ബിസിയായി. പിന്നെ അവർ ഫുൾ ടൈം ബിസിയായി, സ്കൂള് ട്യൂഷന് അങ്ങനെയൊക്കെ ആയിട്ട് പിന്നെ അങ്ങനെ പോകും. അപ്പോൾ ഇന്നും നല്ലൊരു മഴ ഇപ്പോഴും ചാറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇഡ്ഡലി തട്ടിൽ മൊത്തം ഞാൻ മാവൊക്കെ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇത് അടച്ചിട്ട് അതിൻ്റെ മേലത്തെ തട്ടിൽ ഞാൻ വെക്കണമെന്ന് വിചാരിച്ചു. ഇനിയിപ്പോൾ അതിങ്ങനെ സൈഡിലേക്ക് പോയിട്ട് മറ്റേൻ്റെ മേലെ തട്ടിയിട്ട് അതൊക്കെ പരക്കുമെന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞാനത് ബാലൻസ് ചെയ്ത് പിടിച്ചിട്ട് ആ തട്ടിലൊക്കെ ഞാൻ ഇങ്ങനെ മാവ് ഒഴിച്ചെടുത്തു കേട്ടോ. അപ്പോൾ പിന്നെ ഇത് ഒരൊറ്റ ട്രിപ്പിനാണ് ഇങ്ങോട്ട് വെക്കുമ്പോഴേക്കും നമുക്ക് അത്യാവശ്യത്തിനുള്ളത് ആയി. പിന്നെ ബാക്കിയാണെങ്കിൽ ഒരു ഇത്തിരി മാവിൻ്റെ ഒരു കുറവേ ഉണ്ടാവുള്ളൂ. അതിനിപ്പോൾ ആ തട്ടിൽ വേണ്ട, എന്നൊരു ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അത് മാറ്റി വെച്ചു. ഇപ്പോൾ നമ്മൾ ഇഡ്ഡലിക്ക് നമ്മുടെ എന്താ പറയുക ചട്നിയാണ് ഉണ്ടാക്കുന്നത്. ഇവിടെ ചട്നി നല്ല ഇഷ്ടമാണ്, തേങ്ങ ചട്നിയാണ്, അത് നല്ല ഇഷ്ടമാണ്. അതുപോലെ നമ്മുടെ ചമ്മന്തിയും വേണം കേട്ടോ. നമ്മുടെ ദോശയ്ക്കും ഇഡ്ഡലിക്കും ചമ്മന്തിയും ചട്നിയാണ് പ്രധാനം. ഇവിടെ സാമ്പാർ നമ്മൾ അങ്ങോട്ട് പ്രത്യേകിച്ച് സ്കൂളില്ലാത്ത സമയത്തൊക്കെ സാമ്പാറിന് അങ്ങോട്ട് മെനക്കെടാറില്ല. അപ്പോൾ കുറച്ച് അധികം ടൈം എടുക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട്. സ്കൂളിലെ ദിവസങ്ങളിലാണെന്നുണ്ടെങ്കിൽ ദോശയ്ക്ക് ഇഡ്ഡലിക്കും മുഴുവനും എന്തായിരിക്കും നമ്മുടെ സാമ്പാർ തന്നെ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ ചമ്മന്തിയും ചട്നിയാണ് ഉണ്ടാക്കുന്നത്. പിന്നെ നമ്മളിതാ കുറച്ച് കഴിഞ്ഞപ്പോൾ ആൾ വന്നിട്ടുണ്ടായിരുന്നു. പുറത്ത് പോയിട്ട് വരുമ്പോൾ നമ്മുടെ കറിക്കുള്ളതൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് മീനും കൊടുത്തിട്ടുണ്ടായിരുന്നു, ചിക്കനും കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കവറൊക്കെ ഞാൻ അങ്ങനെ തന്നെ കൊണ്ടുവച്ചിട്ടോ. മീൻ കിട്ടിയിട്ടുള്ളത് നമ്മുടെ അയിലയാണ്, പിന്നെ അതുപോലെ ചിക്കനും ഉണ്ട്. അപ്പോൾ അതിന് എന്തെങ്കിലുമൊക്കെ ചെയ്യണം. അപ്പോൾ ഞായറാഴ്ച ദിവസമാണ്. പക്ഷേ ആളിതൊക്കെ മേടിച്ച് വന്നിട്ട് ഫുഡ് കഴിക്കാൻ ഉണ്ടാവില്ല. ഒരു കല്യാണം ഒക്കെ ഉണ്ട്. അപ്പോൾ പിന്നെ ആൾ ബിസിയാണ്. അപ്പോൾ അതിനൊക്കെ പോയിട്ട് വരും. അപ്പോൾ അങ്ങനെ അപ്പോൾ പിന്നെ ഇനി ആ പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനാണെന്നുണ്ടെങ്കിൽ അതിലൊന്നും മുഴുവനും എടുത്തിട്ടില്ല, കുറച്ചെടുത്ത് മാറ്റി വെച്ചു. ഇനിയിപ്പോൾ ചിക്കനും അതും ഇതൊക്കെ കൂടി ആകുമ്പോൾ കുട്ടികൾ മിക്കവാറും മീൻ കറി അങ്ങനെ കൂട്ടില്ല. ചിക്കന് കാര്യങ്ങളൊക്കെ ആകുമ്പോൾ അത് തന്നെയാണ് അങ്ങോട്ട് കൂട്ടുക കേട്ടോ. അപ്പോൾ അതങ്ങനെ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ ഇഡ്ഡലി ഇതാ നല്ലപോലെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഞാനാണെന്നുണ്ടെങ്കിൽ ഇത് നമ്മുടെ ഇങ്ങനത്തെ തട്ടിലാവുമ്പോൾ അധികം മാവ് ഒഴിച്ചു കൊടുക്കാൻ പറ്റില്ല, കുറച്ചായിട്ടാണ് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇതിൽ ഞാൻ കുറച്ച് മാവേ ഒഴിച്ചിട്ടുള്ളൂ. അത് കാരണം അത് സൈഡിലേക്കൊന്നും പോയിട്ടില്ല. എല്ലായിടത്തും ഒരേപോലെയൊക്കെ അങ്ങനെ പിടിച്ചിട്ടുണ്ട്. പിടിക്കാതെ നല്ല ഭംഗിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇഡ്ഡലി അങ്ങനെ ഞാൻ ഓരോന്നൊക്കെ ആയിട്ട്
മാറ്റി വയ്ക്കുന്നുണ്ട്. നമ്മൾ മാവാണെങ്കിൽ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പിന്നെ ഒരു തട്ടിലേക്കുള്ളത് ഒഴിക്കാനുള്ളതില്ല. അപ്പോൾ 2, 3, 4 ദോശയ്ക്ക് ഉള്ളതേ ഉള്ളൂ. അപ്പോൾ പിന്നെ നിത്തുനാണെങ്കിൽ ദോശയാണ് കൂടുതൽ ഇഷ്ടം. അപ്പോൾ ഞാൻ 2 ദോശയും കൂടി അങ്ങോട്ട് ഉണ്ടാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളെ തേങ്ങ ചട്നി റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പം മക്കളാണെന്നുണ്ടെങ്കിൽ നീറ്റിട്ടില്ല, നല്ല ഉറക്കമാണ്. അപ്പോൾ ഇന്നിപ്പോൾ നല്ലൊരു തണുപ്പൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ മൂടി പുതച്ച് അങ്ങനെ കിടക്കുകയാണ്. ഞാൻ 2, 3 പ്രാവശ്യമൊക്കെ വിളിച്ച് നീറ്റില്ല. അവസാനം ഞാനും ആളും കൂടിയിട്ട് അങ്ങനെ ചായയൊക്കെ കുടിക്കുകയാണ്. അപ്പോൾ ഒക്കെ അങ്ങനെ ടേബിളിൽ കൊടുന്ന് വെച്ചിട്ടുണ്ട്. എല്ലാവരും കൂടിയിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതാണ് ശരിക്കും നല്ലത്. അപ്പോൾ പിന്നെ ഓരോരുത്തർ വരാൻ നിൽക്കുമ്പോൾ നമ്മളിത് ചായ കൊടുക്കാനും നിൽക്കണം, അങ്ങനെ ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഞാൻ വിളിച്ചിട്ട് ആരും വരുന്നില്ല. അവസാനം പിന്നെ ഷാജേട്ടനും ഞാനും കൂടിയിട്ട് അങ്ങോട്ട് ചായ കുടിക്കുകയാണ്. അപ്പോൾ പിന്നെ ഇന്ന് ചായക്ക് നമ്മളെന്താ പറയുക, പാൽ ചായ ഒന്നുമില്ല, കട്ടൻ ചായയൊക്കെയാണ്. അങ്ങനെ നമ്മുടെ ചായ കുടിക്കുന്ന പരിപാടിയൊക്കെയാണ്. സമയം അത്യാവശ്യം ടൈമൊക്കെ ഇറക്കുന്നത് കാണുമ്പോൾ 8, 9 ഒന്നല്ല, 10 മണിയൊക്കെ ആവാനായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് പിന്നെ ആൾക്ക് ലീവായതുകൊണ്ട് അപ്പോൾ ഇന്ന് കടയിലും കുറച്ച് വൈകിട്ടാണ് പോണത്. പിന്നെ പണിയാണെങ്കിലും ലീവാണ്. അപ്പോൾ പിന്നെ അതുകൊണ്ട് വലിയ തിരക്കുകളൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ചായക്കൊക്കെ എല്ലാവരും ഉണ്ടായിരുന്നു. മറ്റത് ഞാൻ മിക്കവാറും കുട്ടികളുള്ളപ്പോൾ അവരെ കൂടെയാണ്, അല്ലെങ്കിൽ പിന്നെ മിക്കവാറും ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് ചായ കുടിക്കാറ്. പിന്നെ നമ്മുടെ ചമ്മന്തിയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം കേട്ടോ. ചട്നീനെക്കാട്ടും കൂടുതൽ ഇഷ്ടം ചമ്മന്തിയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ചധികം ചമ്മന്തി കൂട്ടിയിട്ട് പിന്നെ അത് കുത്തി കഴിക്കാൻ ഒരു പ്രത്യേക നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഈ ചമ്മന്തിക്ക്. അത് നമ്മുടെ സവാള, തക്കാളി, വേപ്പില, അതുപോലെ കുറച്ച് മുളക് പൊടി അങ്ങനെയൊക്കെ ഇട്ടിട്ട് വഴറ്റിയെടുത്തിട്ട് മിക്സിയിൽ അരച്ചെടുക്കണ, കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചിട്ട് മിക്സിയിൽ അരച്ച് എടുക്കണ ഒരു ചമ്മന്തിയാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇവിടെ എല്ലാവർക്കും നല്ല ഇഷ്ടമാണ്. കുട്ടികൾക്ക് കൂടുതൽ ഇഷ്ടം ഈ ചമ്മന്തിയാണ്. ഞാൻ ചിലപ്പോൾ സാമ്പാർ ഉണ്ടാക്കിയാൽ പോലും അവരത് അധികം കഴിക്കാറില്ല, ചമ്മന്തി കൂട്ടിയിട്ടാണ് കഴിക്കുക. അവർക്ക് നല്ല ഇഷ്ടമുള്ളൊരു ചമ്മന്തിയാണ്. അതുകൊണ്ട് എനിക്കും നല്ല ഇഷ്ടമാണ് ഈ ചമ്മന്തി കേട്ടോ. അപ്പോൾ നമ്മളങ്ങനെ ചായയൊക്കെ കുടിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ രാവിലത്തേക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു കുട്ടി വീഡിയോ ആണ്. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത്. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം. അതുവരേക്കും ടാറ്റാ ബൈ.